വാർത്തകളിലേക്ക് വിശദമായി വരുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ സംസ്ഥാനത്ത് നല്ല ശക്തമായ മഴ നിലനിൽക്കുന്നുണ്ട്. ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുകളൊക്കെയാണ് വരുന്നത്. 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. ബുധനാഴ്ച വരെ ഈ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. കശ്മീരിൽ മരിച്ച സുബേദാർ സജീഷിന് ആദരാഞ്ജലി അർപ്പിച്ച നാട്. ജമ്മു കശ്മീർ രജോരിയിലുണ്ടായ അപകടത്തിലാണ് സജീഷ് വീരമൃത്യു വരിച്ചത്. മലപ്പുറം സ്വദേശിയായ സജീഷിന്റെ മൃതദേഹം ഇന്നലെയാണ് കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിച്ചത്. ഒതുക്കുങ്ങൽ സ്വദേശിയാണ് സജീഷ്. പെട്രോളിംഗ് ഡ്യൂട്ടിക്കിടെയാണ് അപകടമുണ്ടായത്. 27 വർഷമായി സൈന്യത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു സജീഷ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ ചെങ്കോട്ട സ്ഫോടന കേസിലെ മുഖ്യ സൂത്രധാരൻ ഉമർ നബിക്ക് പല തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടെന്ന് റിപ്പോർട്ട്. അൽഖ്വയ്ദയോടും IS-ഉമായും ഉമർ ചർച്ച നടത്തി. ഖ്വാസികുണ്ടിൽ ഒക്ടോബർ 18-നായിരുന്നു ഈ ചർച്ച നടന്നത്. രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ആക്രമണത്തിന് പദ്ധതിയിട്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. കൂടുതൽ വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ഈ ചെങ്കോട്ട സ്ഫോടനം നടന്ന സമയത്ത് തന്നെ ഇത് ആസൂത്രിതമായി നടന്ന ഒരു സ്ഫോടനമല്ല എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അങ്ങനെയെങ്കിൽ ഇയാൾ ഈ സ്ഫോടക വസ്തു മറ്റേതെങ്കിലും തരത്തിലുള്ള വലിയ സ്ഫോടനം നടത്താൻ ഉദ്ദേശിച്ച് മറ്റെങ്ങോട്ടെങ്കിലും കൊണ്ടുപോയതായിരുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുകയല്ലേ ഇപ്പോൾ? അനുശ്രീ, നിർണായകമായിട്ടുള്ള ചില കണ്ടെത്തലുകളാണ് ഇപ്പോൾ ഈ NIA-യുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കൂടുതൽ പരിശോധനകൾ നടത്തുകയാണ്, ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെയാണ് മറ്റു തലത്തിലേക്ക് കൂടി ഈ ഒരു അന്വേഷണം വ്യാപിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതായത് നിലവിൽ ഇപ്പോൾ ഈ ഒരു ചെങ്കോട്ട സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള അന്ന് ചാവേറായി വാഹനത്തിലുണ്ടായിരുന്ന ഈ ഉമർ നബി പല തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ട് ഈ ഉമർ നബിക്ക് എന്നുള്ള നിർണായകമായിട്ടുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ NIA-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ഒക്ടോബർ മാസം 18-ാം തീയതി ഖാസിഗുണ്ടിൽ, ജമ്മു കാശ്മീരിലെ ഖാസിഗുണ്ടിൽ വെച്ച് ഇത്തരത്തിൽ അൽഖ്വയ്ദയുമായി ഇയാൾ കൂടിയാലോചനകൾ നടത്തിയിരുന്നു, കൂടിക്കാഴ്ച നടത്തിയിരുന്നു, പലതവണ ചർച്ച നടത്തിയിരുന്നു എന്നുള്ള തെളിയിക്കുന്ന ചില വിവരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർണായക കണ്ടെത്തലാണ് ഇപ്പോൾ NIA-യുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ IS-ഉമായി ആശയവിനിമയം ഈ ഒരു സ്ഫോടനങ്ങൾ നടത്തുന്നതിനായി ഇയാൾ നടത്തിയെന്നുകൂടി NIA സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി അതായത് ഈ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടിട്ടു എന്ന് കരുതുന്ന ഡിസംബർ 6-ന് ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ പലയിടങ്ങളിൽ സ്ഫോടനം നടത്താനായിരുന്നു ഇവർ പദ്ധതിയിട്ടിരുന്നത്. ഇതിൻ്റെ വിവരങ്ങൾ മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളുമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വൈറ്റ് കോളർ ഭീകരന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിൽ പലയിടങ്ങളിൽ സ്ഫോടനം നടത്താനായിരുന്നു ഇവർ പദ്ധതിയിട്ടിരുന്നത് എന്നാണ് ഇപ്പോൾ NIA കണ്ടെത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം ഈ ജമ്മു കാശ്മീരിൽ നിന്നൊക്കെ അറസ്റ്റിലായിട്ടുള്ള അദീൽ റാത്തറിനെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളാണ് ഇതിൽ ഈ ഒരു AK-47 അടക്കമുള്ള തോക്കുകൾ വാങ്ങിയെന്നടക്കമുള്ള നിർണായക കണ്ടെത്തൽ കഴിഞ്ഞ ദിവസം NIA കണ്ടെത്തിയിരുന്നു. ഒപ്പം തന്നെ ഇത് സൂക്ഷിച്ചിരുന്നത് പുൽവാമ സ്വദേശിയുടെ ലോക്കറിലായിരുന്നു എന്നടക്കം കണ്ടെത്തിയിരുന്നു. ഇത് വാങ്ങിക്കുന്നതിന് വേണ്ടിയുള്ള തുക എവിടെ നിന്നാണ് വന്നത്, ഇവയൊക്കെ ക്രോഡീകരിക്കുകയും ഒപ്പം തന്നെ ഇതിൻ്റെ ഏകോപനം നടത്തുകയും ചെയ്ത് ഈ അദീൽ റാത്തറിൻ്റെ സഹോദരനാണ് എന്നുള്ളതാണ്. ഇയാൾ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലാണ് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കരുതുന്നത്. ഇയാളെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയം ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. റെഡ് കോർണർ നോട്ടീസ് അടക്കം ഇന്ന് തന്നെ പുറപ്പെടുവിക്കും ഇയാളെ കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. കഴിഞ്ഞ ദിവസം ഇയാൾക്കെതിരെ വാറന്റ് അടക്കം ജമ്മു കാശ്മീർ പോലീസും ഒപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘവും വാറന്റ് പുറപ്പെടുവിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇതിൽ മുഖ്യ കണ്ണിയായി പ്രവർത്തിച്ചത് ഈ അദീൽ റാത്തോറിന്റെ ഈ സഹോദരൻ തന്നെയാണ്. ജെയ്ഷെ മുഹമ്മദുമായി ബന്ധിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരുമായി ആശയവിനിമയങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് ഈ അദീൽ റാത്തറിന്റെ സഹോദരനാണ് എന്നുള്ളതാണ് NIA-യുടെ നിർണായകമായിട്ടുള്ള കണ്ടെത്തൽ. ഒപ്പം തന്നെ ഇവർ പലരും പല ഗ്രൂപ്പുകളായി തിരിഞ്ഞിരുന്നു. പല കാര്യങ്ങളും ചർച്ചകൾ ചെയ്തിരുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത ആളുകളുമായി മാത്രമായിരുന്നു എന്നുള്ളതാണ്. ഇത്